രാമക്കൽമേട് ആമപ്പാറയിൽ 16 കോടി രൂപ ചിലവഴിച്ച് സ്ഥാപിച്ച സോളാർ വൈദ്യുത പദ്ധതി പൂർണ്ണമായും പ്രവർത്തനരഹിതമായതായി പരാതി. അശാസ്ത്രീയമായ നിർമ്മാണവും പരിപാലനത്തിലെ വീഴ്ചകളും പദ്ധതിയുടെ പ്രവർത്തനക്ഷമതയെ ബാധിച്ചതായാണ് ആരോപണം. കുറ്റിച്ചെടികളും മരങ്ങളും വളർന്ന് പാനലുകൾ ഭൂരിഭാഗവും നശിച്ചു. വിഷയം ഗവൺമെന്റിന്റെ ശ്രദ്ധയിൽപ്പെടുത്തുമെന്ന് സേനാപതി വേണു MLA പറഞ്ഞു. വൈദ്യുതി ഉൽപാദനം ലക്ഷ്യമിട്ട് 2019 ആമപ്പാറ സോളാർ പദ്ധതി ആരംഭിച്ചത്. 2021 പദ്ധതി കമ്മീഷൻ ചെയ്തെങ്കിലും ഇതുവരെ 1 യൂണിറ്റ് വൈദ്യുതിയും ഉൽപ്പാദിപ്പിക്കുവാൻ കഴിഞ്ഞിട്ടില്ലെന്നാണ് ലഭ്യമായ വിവരം. 16 കോടി രൂപ ചെലവഴിച്ച് സ്ഥാപിച്ച സോളാർ പാനലുകൾ നിലവിൽ പൂർണ്ണമായും നശിച്ച നിലയിലാണ്. ഗ്രൗണ്ട് ക്ലിയറൻസ് നടത്താതെയാണ് പാനലുകൾ സ്ഥാപിച്ചതെന്ന ആരോപണവും ഉയരുന്നുണ്ട്. ഇതിന്റെ ഫലമായി പാനലുകൾക്കടിയിലൂടെ വൻമരങ്ങളും കുറ്റിച്ചെടികളും വളർന്ന് പാനലുകൾക്ക് കേടുപാടുകൾ സംഭവിക്കുകയും പലതും തകരുകയും ചെയ്തു. പദ്ധതി ലക്ഷ്യം കൈവരിക്കാതെ പൊതുപണം പാഴായെന്ന വിമർശനവും ശക്തമാണ്. വിഷയത്തിൽ സമഗ്ര അന്വേഷണം നടത്തി ഉത്തരവാദികൾക്കെതിരെ നടപടി സ്വീകരിക്കണമെന്ന ആവശ്യവും ഉയരുന്നുണ്ട്. 2019 തുടങ്ങിയതാണ്. അന്ന് 16 കോടി രൂപ മുതൽ മുടക്കി. ഇപ്പോൾ അത് കാട് കയറി നശിച്ചു കിടക്കുകയാണ്. ഈ വച്ചിരിക്കുന്ന സൗരോർജ്ജത്തിന്റെ പാനലുകൾക്ക് മുകളിൽ മരം വളർന്നു നിന്ന് ഇത് വെറുതെ നാശമോശപ്പെട്ടു പോകുന്ന സാഹചര്യമാണ്. അപ്പോൾ ഇവിടെ അന്വേഷിച്ചപ്പോഴാണ് മനസ്സിലാക്കിയത് ഈ പാനൽ അല്ലെങ്കിൽ ഇത് പ്ലാന്റ് ചെയ്യുമ്പോൾ ഇതിന്റെ അടിയിൽ നിന്ന് ചെടികളും മരവും ഒക്കെ വളർന്നു വരാതിരിക്കാനായിട്ട് ഇതിന്റെ സൈറ്റ് നല്ലതുപോലെ ക്ലിയർ ചെയ്ത് മരക്കുറ്റികളോ മറ്റൊന്നും ഉണ്ടാകാതെ ക്ലിയർ ചെയ്ത് അതിന് മുകളിൽ വേണം ഈ പാനലുകൾ പ്ലാന്റ് ചെയ്യാനായിട്ട്. ഇവിടെ താഴെ മരക്കുറ്റി വെട്ടിയത് മാത്രമാണ്, അതിന് മുകളിൽ ഈ പാനലുകൾ ലേ ഔട്ട് ചെയ്തു. അപ്പോൾ അവസാനം ഒരു 2 മാസം കഴിഞ്ഞപ്പോൾ 5-6 മാസം കഴിഞ്ഞപ്പോൾ താഴെയുള്ള മരക്കുറ്റികൾ വളർന്ന് ഇതിന്റെ മുകളിലേക്ക് ഈ പാനൽ കൂടി പൊളിച്ചുകൊണ്ട് പോകുന്ന സ്ഥിതിവിശേഷമാണ് ഉണ്ടായിരിക്കുന്നത്. ഇപ്പോൾ ഇവിടെ കാണാൻ കഴിയുന്ന ഒരു കാഴ്ച മുഴുവൻ പാനലുകൾക്ക് മുകളിലും ചെടികളും മരങ്ങളും വളർന്നു നിൽക്കുന്ന ഒരു കാഴ്ചയാണ്. 16 കോടി രൂപ വെള്ളത്തിൽ പോയി എന്നുള്ളതാണ്. അപ്പോൾ അടിയന്തരമായി ഏതായാലും ഈ കാര്യം ഞാൻ വൈദ്യുതി മന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തും. കാരണം ഇങ്ങനെ പൊതുമുതൽ നശിപ്പിക്കപ്പെടുന്നത് ഇതാരാണ് ഇതിന്റെ ഉത്തരവാദി എന്നുള്ളത് സത്യത്തിൽ അന്വേഷണം നടത്തി അവർക്കെതിരെ ക്രിമിനൽ കേസ് എടുക്കേണ്ടത് ആണ്. ഏതായാലും ഈ കാര്യം ഞാൻ ഗവൺമെന്റിന്റെ ശ്രദ്ധയിൽപ്പെടുത്തും. ഇനി തുടർന്ന് എന്ത് നടപടികളാണ് ഇവിടെ സ്വീകരിക്കാൻ കഴിയുന്നത്, ഇത് ഉപയോഗപ്രദമാക്കി നമ്മുടെ ഈ പ്രദേശത്തെ വൈദ്യുതി പ്രതിസന്ധി പരിഹരിക്കുന്നതിന് വളരെ ഗുണകരമായ ഒന്നാണ്. അതിന് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ എന്താണെന്ന് ആലോചിച്ച് മന്ത്രിയുമായിട്ട് ആലോചിച്ച് ബാക്കി കാര്യങ്ങൾ ചെയ്യുന്നതാണ്. പദ്ധതിയുടെ പരാജയവുമായി ബന്ധപ്പെട്ട ആരോപണങ്ങളിൽ ബന്ധപ്പെട്ട വകുപ്പുകളുടെ വിശദീകരണത്തിനായി കാത്തിരിക്കുകയാണ്. പൊതുപണം ചെലവഴിച്ച പദ്ധതി എങ്ങനെ പ്രവർത്തനരഹിതമായി എന്ന ചോദ്യമാണ് ഇപ്പോൾ ഉയരുന്നത്. ന്യൂസ് ബ്യൂറോ, ഉടുമ്പൻചോല.